കാറ്റത്ത് കിളിക്കൂടിൻ്റെ അടുത്തയാഴ്ചയിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സുധീഷിന്റെ വീട് വിട്ടു പോകാമെന്നുള്ള ഉറപ്പിൽ നിധി സുഭാഷ് ഏട്ടന്റെയും നികേഷിന്റെയും കൂടെ വീണ്ടും കിളിക്കൂട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. അവൾ കിളിക്കൂട്ടിലേക്കെത്തെ ഭാസ്കരൻ ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ട്. അച്ഛനെ ഒന്ന് നോക്കി സുഭാഷ് ഏട്ടന്റെയും നികേഷിന്റെയും കൂടെ അവൾ അകത്തേക്ക് കയറി പോവുകയാ. തളത്തിലിരിക്കായിരുന്ന ഹരീഷിനും അവളെ കണ്ട് സന്തോഷമാവുകയാ. അവൾ ചുറ്റുപാട് നോക്കി സുധീഷ് വീട് വിട്ടു പോയോ എന്ന് ചോദിക്കേ സുധീഷ് ഏട്ടൻ ഏട്ടത്തിയുടെ റൂമിലുണ്ടെന്ന് ഹരീഷ് പറയുകയാണ്. സുധീഷ് ഇനിയും പ്രശ്നമുണ്ടാക്കാനായി നിൽക്കുകയാണോ, അതോ അവൻ റൂം ക്ലീൻ ചെയ്യാൻ പോയതാണോ എന്നൊക്കെ ടെൻഷനോടെ സുഭാഷ് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും താൻ പോയിക്കോളാമെന്ന് പറഞ്ഞ് നിധി അങ്ങോട്ട് പോവുകയാ. സുധീഷ് അവിടെ കട്ടിലിൽ പാട്ടും കേട്ട് കിടപ്പാ. നിധിയെ തന്റെ മുന്നിൽ കാണുന്ന സുധീഷ് ഒരു ഞെട്ടലോടെ എഴുന്നേറ്റ് താൻ കാണുന്നത് ഒരു സ്വപ്നമാണോ എന്ന ചിന്തയോടെ ബെഡിലേക്ക് തന്നെ ബോധം കെട്ട് വീഴുകയാ. റൂമിനകത്ത് എന്തു നടക്കുന്നുവെന്ന ആകാംക്ഷയോടെ എല്ലാവരും നിൽക്കെ താൻ പോയി നോക്കാമെന്ന് പറഞ്ഞ് നികേഷ് ആ റൂമിലേക്ക് പോകുന്നുണ്ട്. അവൻ ബോധം കെട്ട് കിടക്കുന്ന സുധീഷിനെ വിളിച്ചുണർത്തി ഏടത്തി തിരികെ വന്നെന്നും ദയവ് ചെയ്ത് സുധീഷ് ഏട്ടൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നും നികേഷ് പറയുന്നുണ്ട്. സുധീഷും കൈകൂപ്പി താഴ്മയുടെ അയ്യോ മാഡം വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ വീട്ടിലുള്ള ആരും ഇപ്പോൾ എന്നോട് സംസാരിക്കാറില്ല. ലൈസൻസുമില്ല, ജോലിയുമില്ല. അതുകൊണ്ട് ഞാനിവിടെ പാട്ട് കേട്ട് കിടക്കുകയായിരുന്നു. ഉടനെ പോയിക്കോളാം മാഡം എന്ന് പറഞ്ഞ് തന്റെ മൊബൈലെല്ലാം എടുത്ത് സുധീഷ് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാ. പുറത്തിറങ്ങിയ സുധീഷിനോട് നീ അകത്ത് എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുകയാ. തന്നോട് ക്ഷമിക്കണമെന്നും താൻ അറിയാതെ റൂമിലേക്ക് കയറി പോയതാണെന്നും മാഡം വരുമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു ക്ഷമിക്കണമെന്നും പറഞ്ഞ് സുധീഷ് അവിടുന്ന് പോവുകയാ. അങ്ങോട്ട് വന്ന നികേഷ് നിധിയുടെ ബാഗ് കൊണ്ടുപോയി കൊടുക്കുകയാ. അവൾ ആ ബാഗ് വാങ്ങി സന്തോഷത്തോടെ തന്റെ റൂമിലിരിക്കുകയാ. റെസ്റ്റ് എടുക്കെന്ന് പറഞ്ഞ് നികേഷും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാ. പിന്നീട് നിധി ഹരീഷിനും നികേഷിനുമൊപ്പം സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കിയ ഭക്ഷണം ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കുക. അവൾ കഴിക്കുന്നത് കണ്ട് ഹരീഷും നികേഷും സുഭാഷ് ഏട്ടനുമെല്ലാം സന്തോഷത്തോടെ നോക്കി നിൽപ്പാ. കുറച്ചപ്പുറത്ത് മാറി ഒരു കസേരയിൽ സുധീഷും അത് ശ്രദ്ധിച്ചിരിപ്പുണ്ട്. അവൾ ആർത്തിയോടെ കഴിക്കുന്നത് കണ്ട് ഏട്ടത്തി അവിടെ പട്ടിണിയായിരുന്നോ, ഹോസ്റ്റലിലെ ഫുഡൊന്നും കൊള്ളില്ലായിരുന്നോ എന്ന് നികേഷ് ചോദിക്കേ സുഭാഷും നികേഷിനെ തടഞ്ഞ് അവൾ ആദ്യം ഒന്ന് കഴിക്കട്ടെ എന്ന് പറയുകയാ. നിധിയും ചിരിയോടെ അത് കുഴപ്പമില്ല സുഭാഷ് ഏട്ടാ, അവിടുത്തെ ഫുഡൊന്നും കൊള്ളില്ലായിരുന്നു. ഞാൻ ഇത്രയും ദിവസം അവിടെ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു. ഞാനിങ്ങോട്ട് തിരികെ വരാനുള്ള ഒരു പ്രധാന കാരണം സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കുന്ന ഈ സ്വാദിഷ്ടമായ ഫുഡ് തന്നെയാ. അത് കേൾക്കെ സുഭാഷിനും കൂട്ടർക്കും സന്തോഷമാവുകയാ. അപ്പോഴാണ് അങ്ങോട്ട് ഫുഡ് കഴിക്കാനായി ഭാസ്കരൻ വരുന്നത്. അവരൊരുമിച്ചിരുന്ന് കഴിക്കുന്നത് കണ്ട് ഭാസ്കരൻ ഒരു പരുങ്ങലോടെ നിൽക്കെ അച്ഛനോട് ഇരിക്കാനായി പറയുന്നുണ്ട് സുഭാഷ്. അവൻ ഒരു പ്ലേറ്റ് എടുത്ത് ചോറ് വിളമ്പാനായി തുടങ്ങെ അച്ഛനോട് ഇരിക്കാനായി നിധിയും പറയുകയാ. അത് കേൾക്കെ അച്ഛനും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായി തുടങ്ങുകയാ. കഴിക്കുന്നതിനിടയിൽ സുഭാഷ് ഏട്ടാ ചിക്കൻ കറി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്ന് നിധി പറയുന്നത് കേൾക്കെ സുഭാഷ് ഏട്ടനും സന്തോഷമാവുകയാ. അപ്പോഴാണ് സുധീഷ് ഒന്നും കഴിക്കാതെ മാറിയിരിക്കുന്നത് സുഭാഷ് ഏട്ടൻ ശ്രദ്ധിക്കുന്നത്. എടാ സുധീഷേ, നീ എന്താ കഴിക്കാത്തെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ സുധീഷും പരിഭവത്തോടെ അവരെ കുറ്റപ്പെടുത്തുകയാ. നിങ്ങളാരും ഇപ്പോ എന്നോട് മിണ്ടാറ് പോലും ഇല്ലല്ലോ. ഈ വീട്ടിലെ ഒരാൾ പോലും എന്നെ ഒരു മനുഷ്യനായി കാണുന്നില്ല. ഇത്രയും ആളുകളുള്ള ഈ വീട്ടിൽ ഒരു വാക്കുപോലും സംസാരിക്കാനാവാതെ ഞാൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്നറിയാമോ എന്നൊക്കെ സുധീഷ് പരിഭവത്തോടെ പറയേ നിധിക്കും ചിരി വരികയാ. അവന് കൊള്ളത്തക്ക രീതിയിൽ നിധിയും തന്റെ പ്ലേറ്റിലെ പച്ചമുളക് നോക്കിക്കൊണ്ട് ഈ പച്ചമുളകുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഡിസ്റ്റർബ് ചെയ്യും അല്ലേ സുഭാഷ് ഏട്ടാ എന്നവൾ ചോദിക്കുന്നത് കേൾക്കെ സുഭാഷും ഹരീഷും നികേഷുമെല്ലാം അടക്കി പിടിച്ച് ചിരിക്കുകയാ. കാര്യം മനസ്സിലാവുന്ന സുധീഷും തലയാട്ടിക്കൊണ്ട് പറയുകയാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, എന്നെ ഉദ്ദേശിച്ചല്ലേ ആ പച്ചമുളകെന്ന് പറഞ്ഞത്. എനിക്ക് മനസ്സിലായെന്ന് സുധീഷ് പരിഭവത്തോടെ പറയേ സുധീഷെ, സത്യമായും ഞാൻ ആ പച്ചമുളകിന്റെ കാര്യമാ പറഞ്ഞത് എന്ന് നിധിയും സീരിയസ് ആയി പറയുന്നുണ്ട്. വീണ്ടും ഒരു വഴക്കൊഴിവാക്കാൻ അവനോട് വന്ന് ഭക്ഷണം കഴിക്കാനായി പറയുന്നുണ്ട് സുഭാഷ് ഏട്ടൻ. തനിക്കിപ്പോ വേണ്ടെന്നും താൻ പിന്നീട് കഴിച്ചോളാമെന്നും സുധീഷും ഒരു പിണക്കത്തോടെ പറയേ നിധിയും അവനോടായി ചോദിക്കുക സുധീഷ് എപ്പോഴായി വീട് വിട്ടു പോകുന്നത്. അത് കേൾക്കെ സുഭാഷും കൂട്ടരും ഒരു ഞെട്ടലോടെ നിധിയെ തന്നെ നോക്കുകയാ. സുധീഷും അമ്പരപ്പോടെ അവളോടായി ചോദിക്കുന്നുണ്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാണോ പ്ലാൻ എന്ന്. അത് കേൾക്കെ നിധിയും സുഭാഷ് ഏട്ടനോടായി സുഭാഷ് ഏട്ടൻ ഒരു കാര്യം അറിയാമോ, സുധീഷ് ഈ വീട് വിട്ട് പോകാമെന്ന് വാക്കു തന്നതിനാലാണ് ഞാൻ ഈ വീട്ടിലേക്ക് തിരികെ വന്നത്. എന്നിട്ട് ഇപ്പോഴും പോവാതെ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നവൾ ചോദിക്കേ എല്ലാവരും സംശയത്തോടെ സുധീഷിനെ നോക്കുകയാ. സുധീഷും ചമ്മലോടെ പറയുന്നുണ്ട് ഞാൻ പോയിക്കോളാം, പക്ഷേ എന്നെ പോലെ ഇത്രയും സുന്ദരനായ ഒരാൾ രാത്രിയിൽ പോകുന്നത് അത്ര സുരക്ഷിതമാണോ? ഒന്ന് നേരം വെളുത്തോട്ടെ, താൻ ഇറങ്ങി തന്നേക്കാം. അതോർത്ത് നിധി വിഷമിക്കേണ്ടെന്ന് സുധീഷ് പറയുകയാ. നിധിയും ഒരു പുഞ്ചിരിയോടെ ശരി ശരി, പറഞ്ഞതുപോലെ നേരം വെളുക്കുമ്പോൾ തന്നെ ഈ വീട് വിട്ടു പോയിക്കോണം. സുധീഷ് അത് സമ്മതിച്ച് പോകാമെന്ന് പറയേ സുഭാഷനും ആകെ വിഷമമാവുകയാ. നീ എങ്ങോട്ട് പോകുമെടാ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം സുഭാഷ് ഏട്ടാ, വീടുള്ളവർക്കല്ലേ വീടുള്ളൂ.
ഇല്ലാത്തവർക്ക് 1000 വീടുണ്ട്. അതുകൾക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അച്ഛനും പറയുകയാ, എടാ നീ നോർത്ത് ഇന്ത്യയിലേക്കാണ് പോകുന്നതെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ കൃത്യമായി റൂട്ടും എവിടെയാണ് താമസിക്കേണ്ടത്, എങ്ങനെയാണ് പോവേണ്ടതെന്നെല്ലാം പറഞ്ഞു തരാം. ദേഷ്യം വരുന്ന സുധീഷും ഒരു മുണ്ടെടുത്ത് അച്ഛന്റെ തോളിൽ ഒരടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കണ്ട അച്ഛനും ദേഷ്യത്തോടെ, ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്ന് ചോദിക്കേ, പിന്നെന്ത് വേണം? നോർത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെ ഗവർണറായിരുന്ന പോലെയാണല്ലോ നിങ്ങളുടെ ചോദ്യം. എപ്പോഴും നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ. എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയാം. നിങ്ങൾ വായടച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സുധീഷ് ദേഷ്യത്തോടെ പറയേ. വായടച്ചിരുന്ന് എങ്ങനെയാടാ ഭക്ഷണം കഴിക്കുക എന്ന് അച്ഛനും ചോദിക്കുക. അതുകൾക്ക് നിധിയും ഹരീഷും നികേഷുമെല്ലാം പൊട്ടിച്ചിരിക്കുകയാ. സുഭാഷും അവരെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് പറയുക, ഇന്നാണ് ഈ വീട്ടിലൊരു സമാധാനമുണ്ടായത്. ഈ വീടിന്റെ വിളക്കു തെളിഞ്ഞതുപോലെയുണ്ടെന്ന്. അതുകൾക്ക് നികേഷും സന്തോഷത്തോടെ പറയുക, ഏടത്തി തിരികെ വന്നതുകൊണ്ടാണ് ഈ വീട്ടിൽ ഒരു തെളിച്ചമുണ്ടായത്. ഏടത്തി പോയ സമയത്ത് ഇതൊരു വീടേ അല്ലായിരുന്നുവെന്ന്. അതുകൾക്ക് അച്ഛനും പറയുകയാ, മോള് വന്നതിന് ശേഷം 1000 വാട്ട് ബൾബ് കത്തിച്ചതിന്റെ പ്രകാശമാണ് ഈ വീടിനെന്ന്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സുധീഷും പിണക്കത്തോടെയും പരിഭവത്തോടെയും നിധിയെ തന്നെ നോക്കിയിരിക്കുക. പിന്നീട് രാവിലെ നിധി തളത്തിലിരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്തു തന്നെ ഒരു കസേരയിൽ ഹരീഷും നികേഷും ഇരിപ്പുണ്ട്. അപ്പോഴാണ് സുഭാഷ് ഏട്ടൻ പറഞ്ഞതനുസരിച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് സുധീഷ് അങ്ങോട്ട് വരുന്നത്. തളത്തിലേക്ക് എത്തുന്ന അവൻ സുഭാഷ് ഏട്ടനെ ഉറക്കെ വിളിക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടനും അടുക്കളയിൽ നിന്നും വരികയാ. അവൻ അഭിമാനത്തോടെ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ പറഞ്ഞതെല്ലാം വാങ്ങി. അടുത്തുള്ള കടകളിൽ നിന്നും നല്ല പച്ചക്കറി ഇല്ലാഞ്ഞ് കുറെ ദൂരെയുള്ള കടയിൽ പോയാ വാങ്ങിയത്. എല്ലാം സുഭാഷ് ഏട്ടന് വേണ്ടിയാ എന്നവൻ പറയുന്നത് കേൾക്കെ നിധിയും ചോദിക്കുകയാ, അതെന്താ സുഭാഷ് ഏട്ടന് മാത്രമെന്ന് പറയുന്നത്? ഈ വീട്ടിലെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയല്ലേ സുഭാഷ് ഏട്ടൻ ദിവസവും പാചകം ചെയ്തിട്ട്? ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് പറയാറുണ്ടോ എന്നവൾ ചോദിക്കുന്നത് കേൾക്കെ സുധീഷും കൈകുപ്പിക്കൊണ്ട്, അയ്യോ മാഡം തിരിച്ചു വന്ന കാര്യം ഓർക്കാതെയാ പറഞ്ഞത്, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്ന നികേഷിനെ നോക്കി, നികേഷേ ഇപ്പോ നിന്റെ പനിയൊക്കെ മാറിയില്ലേ? അതുകൾക്ക് നികേഷും, ഏട്ടത്തി വന്നപ്പോ തന്നെ എന്റെ പനി മാറി, ഞാൻ നോർമലായെന്ന് അവൻ പറയേ. എന്നാലും നിനക്ക് പനി വന്നത് ഇത്തിരി കടുത്തുപോയി എന്ന് സുധീഷും പറയുകയാ. ഏടത്തി വന്നപ്പോ എനിക്കൊരു പുതിയ എനർജി കിട്ടിയതുപോലെ എന്ന് നികേഷും പറയേ. അപ്പോഴാണ് സുധീഷ് നിധി ദേഷ്യപ്പെട്ട് ഈ വീട് വിട്ടിറങ്ങിപ്പോയപ്പോഴും തിരികെ വരുമെന്ന വിശ്വാസം തനിക്കുണ്ടായിരുന്നുവെന്ന് പറയുന്നത്. അതുകൾക്ക് ഹരീഷും നികേഷിനോട് പറയുകയാ, ഉള്ളിൽ കരഞ്ഞുകൊണ്ട് സുധീഷേട്ടൻ വിഷമിച്ച കാര്യങ്ങളെല്ലാം നമുക്കല്ലേ അറിയൂ, ഇപ്പോ എത്ര ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത് എന്ന് പറഞ്ഞവർ സന്തോഷത്തോടെ ചിരിക്കേ. എന്താ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത്, എന്നെ കളിയാക്കുകയാണോ എന്ന് നിധിയും ചോദിക്കുകയാ. അത് കേട്ട സുധീഷും, നിധിയെ നിങ്ങൾ എന്തിനാ കളിയാക്കിയതെന്ന് ചോദിച്ച് ഹരീഷിനെയും നികേഷിനെയും വഴക്കു പറയുകയാ. തന്നെ സോപ്പിടാനുള്ള സുധീഷിന്റെ ശ്രമമാണെന്ന് മനസ്സിലായ നിധിയും, അത് വിട്ടേക്ക് സുധീഷേ, എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ സുധീഷിനോടായി ചോദിക്കുകയാ. ഞാൻ തിരിച്ചു വരുമെന്ന് സുധീഷ് എങ്ങനെയാണ് ഉറപ്പിച്ചത്? അത് കേട്ട് നികേഷും പറയുന്നുണ്ട്, സുധീഷേട്ടാ എനിക്ക് പനി വന്നതുകൊണ്ടാണ് ഏട്ടത്തി തിരിച്ചു വന്നത്. പക്ഷേ സുധീഷും അതിനെ എതിർത്തുകൊണ്ട്, അങ്ങനെയല്ലടാ, നിനക്ക് പനി വന്നില്ലെങ്കിലും അവൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമായിരുന്നു. അതിനുള്ള കാരണം നിധി ഈ വീട് വിട്ടിറങ്ങിപ്പോയപ്പോഴും കഴുത്തിലെ താലി ഇതുവരെ അഴിച്ചു മാറ്റിയില്ല. നിങ്ങൾ അത് ശ്രദ്ധിച്ചിരുന്നോ എന്ന് സുധീഷിന്റെ ചോദ്യം കേട്ട് ഹരീഷിനും നികേഷിനും ടെൻഷനാവുകയാ. ഈ സുധീഷേട്ടൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതെന്ന് ഹരീഷും മനസ്സിൽ പറയുന്നുണ്ട്. സുധീഷ് അപ്പോഴും കോൺഫിഡൻസോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുക, ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയവർ താലി അഴിച്ചു കളയേണ്ട സമയം കഴിഞ്ഞില്ലേ, പക്ഷേ ഇവൾ അത് ചെയ്തില്ല. അപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു നിധിക്ക് ഈ വീടുമായി വലിയൊരു ബന്ധമുണ്ടെന്ന്. താലി ആ കഴുത്തിൽ കിടക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നും നിധിക്ക് തോന്നുമല്ലോ. അതുകൊണ്ടല്ലേ നിധി ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത്? അവന്റെ ആ ചോദ്യം കേൾക്കെ നിധിയും തന്റെ താലിയിൽ പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. നികേഷും ഹരീഷും ടെൻഷനോടെ പരസ്പരം നോക്കുന്നുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും അവൾ താലി അഴിച്ചോ? താലി മഹാത്മ്യമെന്ന് പറയുന്നത് വെറുതെയാ എന്നവൻ സന്തോഷത്തോടെ പറയുന്നത് കേൾക്കെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. നിധി അവിടെ നിന്ന് എഴുന്നേറ്റ് സുധീഷിന്റെ അരികിലേക്ക് ചെന്ന് കഴുത്തിലെ താലിമാല അഴിച്ച് അവന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് വന്ന സുഭാഷേട്ടനും ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നോക്കി നിൽപ്പാ. അതുകണ്ട് സുധീഷിനും ആകെ വിഷമമാവുകയാ. ഹരീഷും ടെൻഷനോടെ മനസ്സിൽ പറയുകയാ, ഈ സുധീഷേട്ടന്റെ ഒരു കാര്യം, ഈ നാവും വെച്ച് വെറുതെ ഇരിക്കില്ല, ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ചോദിച്ചു വാങ്ങിയതല്ലേ എന്ന്. നിധിയും സുധീഷിനോടായി പറയുകയാ, ഈ താലി ഈ വീട്ടിലെ സ്വത്തല്ലേ, ഇത് ഇയാള് തന്നെ സൂക്ഷിച്ചു വെച്ചോ എന്ന്. സുധീഷ് വിഷമത്തോടെ സുഭാഷേട്ടനെ നോക്കുമ്പോഴേക്കും സുഭാഷും അവനോട് ദേഷ്യപ്പെടുകയാ. നിനക്കിതിന്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നോടാ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. നിധി ആ താലിമാല സുധീഷിന്റെ കയ്യിലേക്ക് നിർബന്ധപൂർവ്വം വെച്ചു കൊടുക്കുകയാ. സുധീഷും വിഷമത്തോടെ നിധിയോടായി, എന്തിനാ നിധി ഈ താലിമാല അഴിച്ചത്? നിധിയും അവന് തക്ക മറുപടി കൊടുക്കുന്നുണ്ട്. ഇത് വച്ചല്ലേ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ഡയലോഗ് അടിച്ചത്.
സുധീഷ് മനസ്സിൽ വിചാരിക്കുന്നത് പോലെയുള്ള കാരണം കൊണ്ടൊന്നുമല്ല ഞാൻ ഈ താലിയും കഴുത്തിൽ അണിഞ്ഞു നടന്നത്. ഈ മാലയുടെ ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു താലിയാണെന്ന ചിന്തയൊന്നുമില്ലാതെ വെറുമൊരു ആഭരണമായ ഞാൻ ഇത് കഴുത്തിൽ അണിഞ്ഞിരുന്നത്. ഇനി സുധീഷ് തന്നെ സൂക്ഷിക്കെന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോവാൻ ഒരുങ്ങുമ്പോഴേക്കും വീണ്ടും അവൾ തിരിഞ്ഞു നിന്ന് സുധീഷിനോടായി ഒരു കാര്യം കൂടി ഇയാളെ ഓർമ്മിപ്പിക്കുകയാ. അത് ഗോൾഡാണ്, അവിടെയും ഇവിടെയും കൊണ്ടിട്ട് കളയരുത്, ഭദ്രമായി സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞവൾ റൂമിലേക്ക് കയറി പോവുകയാ. അപ്പോഴേക്കും നികേഷും നിധിയോടായി വിളിച്ചു പറയുന്നുണ്ട്, എടതി പുതിയ ബാത്റൂമിന്റെ പണി ഉടനെ കഴിയും, അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേന്ന്. ഓക്കെ ഇടാന്ന് നിധിയും വിളിച്ചു പറയുകയാ. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു നിൽക്കുന്ന സുധീഷും ചോദിക്കുന്നുണ്ട്, എന്താടാ ഇത്? താലിമാല കയ്യിൽ തന്നിട്ട് അവള് പോകുന്നത്, അപ്പോൾ നിനക്ക് ബാത്റൂമിന്റെ കാര്യമാണോ പ്രധാനം? അത് കേൾക്കെ സുഭാഷും സുധീഷിനെ കുറ്റപ്പെടുത്തുകയാ. എടാ സുധീഷെ, നിന്റെ നാവാണ് എല്ലാത്തിനും കാരണമെന്ന്. ഹരീഷും അതിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞു കൊടുക്ക് സുഭാഷേട്ടാ. ഏട്ടത്തിയുടെ കാര്യവും നോക്കി ഇരിക്കുകയായിരുന്നു, വെറുതെ താലി എന്നൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞു വന്ന്. ഇപ്പോഴത് ഏട്ടത്തി അഴിച്ചു കയ്യിൽ തന്നില്ലേ, ഇനി അത് ഭദ്രമായി സൂക്ഷിച്ചു വെക്കേ. പക്ഷേ സുധീഷ് അക്കാര്യം സമ്മതിക്കാൻ തയ്യാറാവാതെ പുതിയ ന്യായവുമായി വരികയാ. എടാ, താലി അഴിച്ചവൾ കയ്യിൽ തന്നപ്പോ എന്താ പറഞ്ഞത്? സൂക്ഷിച്ചു വെക്കാനല്ലേ. അതിന്റെ അർത്ഥം എന്താ? അവളുടെ ദേഷ്യം മാറുമ്പോ ഇത് തിരികെ വേണമെന്നല്ലേ? പക്ഷേ ഹരീഷും അത് തിരുത്തുകയാ. അങ്ങനെയല്ല സുധീഷേട്ടാ, അത് നമ്മുടെ അമ്മയുടെ താലിമാലയാണ്, അത് സ്വർണമല്ലേ, അതുകൊണ്ട് കളയാതെ സൂക്ഷിക്കാൻ പറഞ്ഞതാണ്. പക്ഷേ സുധീഷും അത് വിശ്വസിക്കാൻ തയ്യാറാവാതെ അവരോട് ദേഷ്യപ്പെടുകയാ. നിങ്ങൾ ആരും എന്നെ വിശ്വസിക്കുന്നില്ല. അവൾ താലി അഴിച്ചു പോയപ്പോ ആരെങ്കിലും എതിർത്തോ? നട്ടു വളർത്തിയുണ്ടാക്കിയ മരം പോലെ നിൽക്കുകയല്ലായിരുന്നു എല്ലാവരും. നിങ്ങൾക്ക് ആർക്കും എന്നോടൊരിത്തിരി സ്നേഹം പോലുമില്ല. സുഭാഷേട്ടൻ എന്നോട് സ്നേഹമില്ലെങ്കിൽ പോയി ദോശയുണ്ടാക്ക്. പിന്നീട് അവൻ എല്ലാവരെയും വെല്ലുവിളിക്കുകയാ. നിങ്ങളെല്ലാവരും കുറിച്ചു വെച്ചോ, കുറച്ചു ദിവസം കഴിയുമ്പോൾ അവൾ തന്നെ എന്റെ അരികിലേക്ക് വന്ന് ഈ താലി എന്റെ കഴുത്തിൽ ഇട്ട് തരണമെന്ന് പറയും. അന്ന് കാണിച്ചു തരാം ഞാൻ എന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യത്തോടെ ഉമ്മറത്തേക്ക് ഇറങ്ങി പോവുകയാ. ഉമ്മറത്തെത്തിയ സുധീഷും ആ താലിയിൽ പിടിച്ച് ടെൻഷനോടെ നോക്കിക്കൊണ്ട് നിൽപ്പാ. അവൻ മനസ്സിൽ പറയുക, താലി അഴിച്ചു നൽകിയാൽ എല്ലാം തീർന്നുവെന്നാണോ അവളുടെ വിചാരം? അവളുടെ കഴുത്തിൽ വീഴുന്നതുവരെ ഇതിനി എന്റെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് ആ താലിമാല തന്റെ കഴുത്തിലേക്ക് അണിഞ്ഞ് അവിടെ നിറങ്ങി പോവുകയാ. പിന്നീട് ഹരീഷ് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ സുധീഷ് അങ്ങോട്ട് എത്തുകയാ. അവന്റെ ടെൻഷനോടെയുള്ള ഇരിപ്പ് കണ്ട് ടിറ്റോയും ചന്തുവും കാര്യം അന്വേഷിക്കുകയാ. നിധി താലിമാല അഴിച്ചു കയ്യിൽ തന്നെന്ന് സുധീഷ് ടെൻഷനോടെ പറയേ, ഓ അത്രയുള്ളോ എന്ന് നിസ്സാരമായി ചോദിക്കുന്നുണ്ട് ടിറ്റോയും. അത് കേട്ട് സുധീഷും അവരോട് ദേഷ്യപ്പെടുകയാ. ഒരു ഭാര്യ താലി അഴിക്കുന്നത് ശരിയാണോ? എനിക്ക് എന്തുമാത്രം വിഷമമായി എന്നറിയാമോ എന്നൊക്കെ അവൻ ടെൻഷനോടെ പറയേ. എടാ ടിറ്റോ, നീ അത് വിട്ടേക്ക്, അയാൾ ഇങ്ങനെ കുറച്ചുനേരം പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നീട് അത് മാറിക്കോളുമെന്ന് ടിറ്റോയോടായി പറയുകയാ ഹരീഷ്. അപ്പോഴാണ് നീതു അങ്ങോട്ട് വരുന്നത്. സുധീഷിന്റെ ടെൻഷനോടെ ഇരിപ്പ് കണ്ട് നീതു കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിധി താലി അഴിച്ചു കയ്യിൽ തന്ന കാര്യം സുധീഷ് പറയേ. അതിനാണോ സുധീഷ് ഏട്ടൻ ഇത്രയും ഫീൽ ആയിരിക്കുന്നത്? ഇപ്പോ അധികം പെൺകുട്ടികളൊന്നും താലി കഴുത്തിൽ അണിയാറില്ല, എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലേ അവർ ഇടാറുള്ളൂ. താലിയേക്കാൾ പ്രധാനം പരസ്പര വിശ്വാസമാണെന്നും നീതു പറയുകയാ. താലിക്ക് പിന്നിൽ സെന്റിമെന്റ്സ് ഒന്നുമില്ലേ എന്ന് സുധീഷ് ചോദിക്കുകയാ. അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞ് അവരുടെ ബന്ധം സ്ട്രോങ് ആവാൻ നീതു അവനെ ഉപദേശിക്കുകയാ. താനിനി ഹരീഷിനെ കാണാനായി കടയിലേക്ക് വരുമ്പോ വഴക്കിടാതെ സ്നേഹത്തോടെ പെരുമാറിയാൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് നീതു പറയുന്നത് കേൾക്കെ സുധീഷും ദേഷ്യത്തോടെ, നീ വലിയ എന്തോ കാര്യം പറഞ്ഞു തരുമെന്നാ വിചാരിച്ചത്, മനുഷ്യന്റെ വിഷമം മനസ്സിലാക്കാതെ ഓരോന്ന് വിളിച്ചു പറയുകയാ എന്നൊക്കെ തുടങ്ങി അവർ തമ്മിൽ ഓരോന്ന് പറഞ്ഞ് വഴക്കിടാൻ തുടങ്ങുകയാ. ഒടുവിൽ സുധീഷ് അവളോട് കടയിൽ നിന്ന് ഇറങ്ങി പോവാനായി പറയുകയാ. അത് കേൾക്കെ നിധിയും ഹരീഷിനെ പിടിച്ചു വലിച്ച് ചായ കുടിക്കാനായി കൂട്ടിക്കൊണ്ടു പോവുകയാ. അവർ പോകുന്നത് നോക്കി നിൽക്കുന്ന സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ കഴിയുകയാ, എനിക്ക് മാത്രമാണല്ലോ എപ്പോഴും പ്രശ്നങ്ങളും വിഷമങ്ങളും എന്ന് പറഞ്ഞവൻ താലിയിലേക്ക് വിഷമത്തോടെ നോക്കിയിരിക്കുകയാ.